കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കടലിൽ സംരക്ഷണ ശൃംഖല തീർത്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. അറേബ്യൻ കടലിനെ ചെങ്കടലാക്കി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ നിരത്തി കടൽ കൊള്ളയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നൽകിയത് ശക്തമായ താക്കീത്. കുത്തകകൾക്ക് തടിച്ചു കൊടുക്കാനുള്ള നയത്തിന്റെ ഭാഗമാണ് കടൽ ഖനനം. കടൽ കൊള്ളയടിക്കാനുള്ള ഭേദഗതി പിൻവാതിലൂടെ പാസാക്കിയെന്ന് മാത്രമല്ല, പാർലമെന്റിലും ചർച്ച ചെയ്തില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. മനുഷ്യനും പ്രകൃതിക്കും മേൽ ലാഭം പ്രതീക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം കേൾക്കാതെ തീരുമാനമായി മുന്നോട്ട് പോയാൽ ഖനനം നടത്താൻ എത്തുന്നവർക്ക് ആയിരക്കണക്കിന് മത്സ്യബന്ധന യാനങ്ങളെ നേരിടേണ്ടി വരുമെന്നും MA ബേബി മുന്നറിയിപ്പ് നൽകി. സർവത്ര സ്വകാര്യവൽക്കരണ നീക്കവുമായി പ്രകൃതി സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ കുത്തകകൾക്ക് കൂട്ടുനിൽക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയം, അത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ നയത്തെ സമരം ചെയ്ത് പരാജയപ്പെടുത്തിയേ കഴിയുകയുള്ളൂ. മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം കേൾക്കാനോ അംഗീകരിക്കാനോ മുതിരാതെ വിനാശകരമായ ഈ നയവുമായി മോഡിയും കൂട്ടരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെങ്കൊടി കെട്ടിയ മത്സ്യത്തൊഴിലാളികളുടെ ആയിരക്കണക്കിന് സമരയാനങ്ങളെ നേരിടേണ്ടി വരും എന്ന് നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കണം എന്നാണ് ഈ സമരത്തിന്റെ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കൊല്ലം പരപ്പ് ഉൾപ്പെടുന്ന കേരള തീരത്തിന്റെ 90 കിലോമീറ്റർ മാത്രമല്ല, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഗുജറാത്ത് തീരം ഉൾപ്പെടെ ഖനനം ചെയ്യാനുള്ള നീക്കം കടലിലെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ നശിക്കുന്നതിനിടയാക്കും. തീരശോഷണത്തിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. കൊല്ലം പരപ്പിലെ സമ്പുഷ്ട യുറേനിയം ഉൾപ്പെടുന്ന മോണോസൈറ്റിന്റെ നിക്ഷേപത്തിൽ കണ്ണുവച്ച് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാൻ ഗൂഢലക്ഷ്യമുണ്ടോയെന്നും സംശയമുയരുന്നു. PP ചിത്തരഞ്ജൻ MLA, K വരദരാജൻ, J മേഴ്സിക്കുട്ടിയമ്മ, T മനോഹരൻ, S ജയമോഹൻ, തുളസീധരക്കുറുപ്പ്, ബേസിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള തീരത്തിന് മാത്രമായിട്ടല്ല മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ ഈ ഒരു സമരം മുഴുവനും ഇന്ത്യയിലുള്ള തീരപ്രദേശങ്ങൾ മുഴുവനും സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.